നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട്ട്. എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇപ്പോഴ ഈരക്കടവ് ബൈപ്പാസ് റോഡിലുള്ള RJ ഗാർഡനിൽ വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇലച്ചെടിയെ പറ്റിയാണ് പരിചയപ്പെടുത്തിയത്. ഇന്ന് മറ്റു ചെടികളെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി. നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കലാത്തിയെ പറ്റിയായിരുന്നു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇന്ന് നമ്മൾ ഏത് ചെടിയാണ് ഉദ്ദേശിക്കുന്നത്? അഗ്ലോണിമ. ഓക്കെ. വളരെ സാധാരണമായി ഇപ്പൊ എല്ലാ വീടുകളിലും ഉള്ള ഒരു ചെടിയാണ് അഗ്ലോണിമ എന്ന് പറയുന്നത്. അതിന് ധാരാളം വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഇവിടെ കുറച്ച് വെറൈറ്റീസ് കാണിച്ചു തരാം. ഇതിന് പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെല്ലാം ഈ ഇവിടെ ഇരിക്കുന്നതെല്ലാം അഗ്ലോണിമയുടെ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ അകത്തളങ്ങൾ ഭംഗിയാക്കാനും വീടിൻ്റെ മുറ്റത്തും വീടിനകത്തും എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ വളരെ ലോ മെയിൻ്റനൻസ് ഉള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ വെറൈറ്റി ഇഷ്ടം പോലെ 10, 100, 150 വെറൈറ്റി ഓരോ വീടുകളിലുണ്ടെന്നാണ് കേട്ട്. എൻ്റെ കയ്യിൽ അത്രയൊന്നുമില്ല. ഏതാനും ചില ഞാനിപ്പം ഗാർഡൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഏതാനും ചില വെറൈറ്റികൾ ഇവിടെ കാണിച്ചു തരാം. ഈ സ്നോ വൈറ്റ് എന്ന് പറയുന്നത് ഇത് അതിൻ്റെ ചെറിയ പ്ലാന്റുകൾ. ഇത് പേര് ഞാനിപ്പം പറയുന്നത് കാരണം ചിലപ്പോഴും ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് അഗ്ലോണിമയുടെ വെറൈറ്റിയാണ്. പിന്നെ എൻ്റെ പേരിൽ തന്നെ അഗ്ലോണിമ ഉണ്ട്. അഗ്ലോണിമ റൂബി റെഡ് ഉണ്ട്, അഗ്ലോണിമ റൂബി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അകത്തിരിപ്പുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം അഗ്ലോണിമയുടെ ഡിഫറെൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. അഗ്ലോണിമയുടെ റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ചൈനീസ് റെഡ് ഉണ്ട്. അതൊക്കെ കുറച്ചെല്ലാം അകത്തിരിക്കുകയാണ്. ഇതാണ് അതിലെ ഏറ്റവും വില കുറച്ചതായിട്ടുള്ളത്. അഗ്ലോണിമ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയും. ഇതിൻ്റെ തന്നെ ഈ സൈഡിൽ പിങ്ക് ലിപ്സ്റ്റിക് ഉണ്ട്, അതുപോലെ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ഈ സ്റ്റാൻഡുകളിലോട്ട് നോക്കിയാൽ ആയിരിക്കുന്നതല്ല ഇൻഡോറിലെ ഇപ്പം വലിയ വിലയില്ലാത്ത എന്നാൽ വില കൂടി ഇതിനൊക്കെ ഏതാണ്ട് ഹോൾസെയിലിൽ തന്നെ 2000 റുപ്പീസ് വിലയുള്ള ഒരു പ്ലാന്റാണിത്. വില കുറഞ്ഞതാണ് ബട്ടർഫ്ലൈ അഗ്ലോണിമ. നമുക്ക് ഈ സ്റ്റാൻഡുകളിലൊക്കെ നോക്കിയാൽ ഇതൊക്കെ അഗ്ലോണിമയുടെ പല വെറൈറ്റിയാണ്. പിന്നെ സാർ ചോദിച്ചാൽ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പല രീതിയിലും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് അതിൻ്റെ ടോപ്പ് കട്ടിങ് എടുത്ത് വെള്ളത്തിൽ വെച്ചാൽ അതിന് റൂട്ട് വന്ന് അത് കിളുത്ത് വരും. അതുപോലെ ആ കട്ടിങ് തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് റൂട്ട് വന്നിട്ട് പിന്നെ ചെയ്യാം. നേരെ ഡയറക്റ്റ് സോയിലും നമുക്കതിനെ പ്ലാന്റ് ചെയ്യാം. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ്സിനെ കംപ്ലീറ്റ് റൂട്ട് ഔട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാന്റ് മച്ചർ. ഇതിപ്പോൾ ഒറ്റ പ്ലാന്റേ ഉള്ളൂ, ഒറ്റ ഷൂട്ടാണ് ഇതിൽ നിൽക്കുന്നത്. ഇത് മച്ചറായി കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ ചോട്ടിൽ നിന്നെല്ലാം തൈകൾ വരും. അതിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വളം എന്ന് പറഞ്ഞാൽ സാധാ ചാണകപ്പൊടി, മണൽ അങ്ങനെയൊക്കെ മണ്ണിൻ്റെ കൂടെ കലർത്തി വെച്ചാൽ മതി. പിന്നെ വെള്ളം കൂടി പോരുതെന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റാണ് ഇത്. ഞാൻ പറഞ്ഞില്ല, പാർഷ്യലി ഇൻഡോറും പാർഷ്യലി ഔട്ട്ഡോറുമായിട്ട്. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല. പക്ഷേങ്കിൽ രാവിലത്തെയും വൈകിട്ടത്തെയും അല്പം വെയിൽ കൊള്ളുന്നത് നല്ല. കംപ്ലീറ്റ് ആയിട്ട് ഇൻഡോറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫംഗസോ. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നത് ഇത് മാസത്തിലൊരിക്കൽ നമ്മുടെ വരാന്തയിലോട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ച് 2-3 ദിവസം അവിടുത്തെ വെയിലൊക്കെ അത് മതി. പിന്നെ ഇതിൻ്റെ വെറൈറ്റീസ് സാർ ഇതൊക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ എപ്പോഴാണ് ഒഴിക്കേണ്ടത്? പ്ലാന്റിന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ഫീൽ ചെയ്യണം. വിരലുകൊണ്ട് മണ്ണ് ഉണങ്ങിയെന്ന് കണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കാറുള്ളൂ. അല്ലാതെ ചിലരാണെങ്കിൽ ഡെയിലി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അടി കെട്ടി നിന്നിട്ട് പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ആവശ്യത്തിന് മാത്രം, അതായത് മണ്ണ് ഉണങ്ങി കഴിയുമ്പോൾ മാത്രം വെള്ളം കൊടുക്കാം. അപ്പം പിന്നെ അതിൻ്റെ ഫംഗസ് രോഗത്തിൽ നിന്നൊക്കെ അതിനൊന്ന് രക്ഷപ്പെടാൻ പറ്റും. വളമൊക്കെ എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ ചകിരിച്ചോറും ചാണകവും മണലും ഉള്ള ആ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ റെഡിമെയ്ഡ് പോട്ടിംഗ് മിക്സ് ഉണ്ട്. ആ പോട്ടിംഗ് മിക്സിനകത്തോട്ട് സ്പ്ലിറ്റ് ചെയ്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ അതാണ് ഈ ഇതിന് തന്നെ ബട്ടർഫ്ലൈ അഗ്ലോണിമ ബട്ടർഫ്ലൈ എന്ന് പറയും, അഗ്ലോണിമ ലിപ്സ്റ്റിക്ക്. പിന്നെ ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് പേര് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി അതിനകത്ത് ഈ റെഡിൻ്റെ വെറൈറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് കുറച്ച് സൺലൈറ്റും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല കളർഫുള്ളായിട്ട് നിൽക്കും. ഇത് തന്നെ. പിന്നെ അതുപോലെ വേറൊരു വെറൈറ്റിയാണ് ഇത് വളരെ ചീപ്പാണ്. എന്നാൽ വീടിൻ്റെ അകത്തളത്തിൽ വെച്ചാൽ ഒട്ടും കേടുവരാത്തതാണ് ഈ അഗ്ലോണിമ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇനിയും പച്ച നിറത്തിലുള്ള ധാരാളം അഗ്ലോണിമ ആ സ്റ്റാൻഡുകളിലൊക്കെ ഇരിക്കുന്ന ധാരാളം അഗ്ലോണിമകൾ.
അഗ്ലോണിമയുടെ പ്രൊപ്പഗേഷനെ പറ്റി ഞാൻ പറഞ്ഞു. ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് വെറുതെ ഒരു വെള്ളത്തിലെ കുപ്പിയിൽ ഇറക്കി വെച്ചിരിക്കുക. അതിൻ്റെ റൂട്ട്സ് കണ്ടോ? ഇങ്ങനെ വേണമെങ്കിൽ ഇത് നിന്നോളും. എന്നാൽ ഇതിനെ നേരിട്ട് ഇനി മണ്ണിൽ വെച്ചാൽ നന്നായിട്ട് ബുഷായിട്ട് വളരും. ഇതൊരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. റൂട്ട്സൊക്കെ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഏത് ചെടിയെപ്പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മുടെ ഒരു ട്രെൻഡി ആയിട്ടുള്ളത് തന്നെ ബൊഗൈൻവില്ലയുടെ സീസണാണ്. ഈ വർഷം മഴയൊക്കെ കാരണം ബൊഗൈൻവില്ല പൂക്കാൻ അല്പം താമസിച്ചെങ്കിലും ഇപ്പം പൂവായിട്ടുണ്ട്. അടുത്ത വർഷം വേണമെങ്കിൽ ഈ ബൊഗൈൻവില്ലയുടെ വെറൈറ്റീസ് ഇവിടെ ഉള്ളത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.